നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ പരിചിതമായിട്ട് തോന്നാം. എങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സുപ്പീരിയർ പവർ. അല്ലേ? അപ്പം ഇത് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്? കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കോൺകോഡുമായി ബന്ധപ്പെട്ട്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാകുക. അപ്പോൾ ഇവിടുത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, അല്ലേ? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സുപ്പീരിയർ പവർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഈസ്, ആർ, വെയർ, ഹാവ്. അപ്പൊ നോക്കുക, ഈ വെയർ വരത്തില്ല. ഈ വെയർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പാസ്റ്റ് ടെൻസിനെ. ഇതൊരു കഴിഞ്ഞകാല കാര്യമല്ല, ഒരു ഫാക്ട് പറയാണ്. ഫാക്റ്റുകൾ എപ്പോഴും നമ്മൾ ഈ ടെൻസിലേ പറയാം, പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോഴൊപ്പം നടക്കുന്ന, ഇപ്പൊ പ്രസക്തിയുള്ളതാണ്, അതുകൊണ്ട് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിന്റെ വെയർ വരത്തില്ല. പിന്നെ ഈ ഹാവും വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്തെന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സുപ്പീരിയർ പവർ എന്ന്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു സുപ്പീരിയർ പവർ ആണെന്ന് പറയുക, അല്ലെ? ആണെന്ന് പറയുകയാണ്. അപ്പം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ വരണമെങ്കിൽ നമുക്ക് ഏതാ വരേണ്ടത്? ഈസോ, ആമോ, ആറാണ് വരേണ്ടത്, അല്ലേ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ ആ അർത്ഥം വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഈസ്, ആം, ആർ. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ വരാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാവും വരില്ല, പിന്നെ വേറും വരില്ല. പിന്നെ ഏതൊക്കെയാണുള്ളത്? ഈസ് ആണോ ആറാണോ എന്നുള്ളത്. അതെന്തിനെ ആശ്രയിച്ച? സബ്ജക്റ്റിനെ. ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ച. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഈസ് എഴുതാം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആർ എഴുതാം. ഇവിടെ നോക്കുക, ഇവിടുത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താ പറയുക? നമ്മൾ ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സംഭവം കണ്ടുകൊണ്ട് പലരും ഇതിനെ എന്തായിട്ട് ധരിക്കും? പ്ലൂറലായിട്ട് ധരിക്കും. അങ്ങനെ പ്ലൂറലായി ധരിച്ചുകൊണ്ട് ആർ ആൻസർ ആയിട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ തെറ്റായി പോവും. അപ്പൊ ആറല്ല ഇവിടുത്തെ ആൻസർ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേരാണ്, അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒറ്റ രാജ്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എസ് എന്ന് കണ്ടുകൊണ്ട്, സ്റ്റേറ്റ്സ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഇപ്പൊ സ്റ്റേറ്റ്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ അതെന്തായിരിക്കും? പ്ലൂറലാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഇതൊരു രാജ്യത്തിന്റെ പേരാണ്, ഒറ്റ രാജ്യത്തെയാണ്, ഒരേ ഒരു രാജ്യത്തെയാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതാവും? ഈസ് എഴുതാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഈസ്. ഈസ് ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കുക, ജീനിയൽ മീൻസ് ഡാഷ്. ഈ ജീനിയൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സിനോണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് അൺവൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, വൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, കോർഡിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്, വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജീനിയൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കോർഡിയൽ ആണ്. കോർഡിയൽ. ഇപ്പൊ ഇവിടെ വേണ്ട ആൻസർ കോർഡിയൽ എന്നാണ്. CORDIAL. ഇനി അടുത്ത് വെക്കാം, ഇത് സ്പോട്ട് ദ എറർ ആണ്, തെറ്റ് തിരുത്താൻ ചോദിക്കുന്ന ചോദ്യമാണ്. ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ഈസ് ടേസ്റ്റിംഗ് ഡെലീഷ്യസ്. നമുക്ക് അതിന്റെ ആശയം മനസ്സിലായി. എന്താ? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ആ പുഡിങ് നല്ല ഡെലീഷ്യസ് ആയിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്കും നല്ല രുചി എനിക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഡെലീഷ്യസ് ആയിട്ട് ടേസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥത്തില്ല. അപ്പൊ ആ അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ആക്ച്വലി ഈ പറയുന്നത്? എന്താ? ഒരു വസ്തുതയാണല്ലോ, വസ്തുതകളാണല്ലോ. വസ്തുതയെ അല്ലെങ്കിൽ ഒരു ട്രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വരേണ്ട വെർബ് ഏത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസന്റിലായിരിക്കണം. ഏത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം പറയണം. ഇവിടെ പക്ഷെ ഈസ് ടേസ്റ്റിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈസ് ടേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതെന്താ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്.
അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല പറയേണ്ടത്. പിന്നെ നമ്മൾ ഏത് ടെൻസിലായിരിക്കണം പറയേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. കാരണം ഇതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈസ് ടേസ്റ്റിംഗ് എന്നല്ല അവിടെ വരേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തെറ്റായ ഭാഗം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇതാണ് ആൻസർ. സി എന്ന് പറയുന്ന ഭാഗമാണ് ആൻസർ. ഇവിടെ ആക്ച്വലി എങ്ങനെയാണ് വരേണ്ടത്? ടേസ്റ്റ് എന്നാണ് വരേണ്ടത്. എന്താണ്? ടേസ്റ്റ്. സിമ്പിൾ പ്രസന്റ് ഫോമാണ് ഇവിടെ വരേണ്ടത്. നേരത്തെ നോക്കിയോ, ദാറ്റ് ഈസ് ദ പോയിന്റ് ഐ വാസ് റെഫറിംഗ് ഡാഷ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻ ഏത് വരണം എന്നുള്ളത്. അപ്പം പലപ്പോഴും ഈ പ്രിപ്പോസിഷൻ വരേണ്ട ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള വാക്കിനെ ആശ്രയിച്ചാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പം ഇവിടുത്തെ വാക്ക് എന്ന് പറയുന്നത് റെഫറിംഗ് എന്നാണ്. അപ്പോൾ റെഫർ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ റെഫറിംഗ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ അതിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? ടു ആണ്. നമ്മൾ റെഫർ ടു എന്ന് മാത്രമേ പറയത്തുള്ളൂ. റെഫർ ഓഫ് എന്നോ റെഫർ എബൌട്ട് എന്നോ പറയത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? റെഫർ ടു എന്നാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ബോയ്സ് വിൽ ബി ബോയ്സ് മീൻസ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഈ ബോയ്സ് വിൽ ബി ബോയ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബോയ്സ് ആയിരിക്കും, ആൺകുട്ടികൾ ആയിരിക്കും എന്നാണ് അവിടെ ഉദ്ദേശിച്ച് പറയുന്നത്. ഇവിടെ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ള അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോയ്സ് വിൽ നോട്ട് ബി ഗേൾസ് എന്നുവെച്ചാൽ ബോയ്സ് പെൺകുട്ടികളാകത്തില്ല. ബോയ്സ് കനോട്ട് ബിക്കം ഗേൾസ്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളാകാൻ കഴിയില്ല. ചിൽഡ്രൻ വിൽ ആൾവേസ് ആക്ട് ലൈക്ക് ചിൽഡ്രൻ, കുട്ടികൾ എല്ലായ്പ്പോഴും കുട്ടികളെ പോലെ തന്നെ ആക്ട് ചെയ്യും. പിന്നെ ബോയ്സ് ആർ മിസ്യൂസ്, ആൺകുട്ടികൾ ഇച്ചിരി പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ കുരുത്തക്കെട്ട ആൾക്കാരാണ് എന്ന രീതിയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താ? ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് അനുസരിച്ച് ഏതർത്ഥമാണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ചോദ്യത്തെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനുണ്ട്. എന്താ കാര്യം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്? നമ്മൾ മലയാളത്തിലുണ്ടല്ലോ ഒരു ശൈലികൾ അല്ലേ? അപ്പം ശൈലികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. കറക്റ്റ് ഇതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാതെ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഒരു ശൈലിയാണ്. നമ്മുടെ മലയാളികൾക്കും പല പല ശൈലികളുണ്ട്. പരീക്ഷയിൽ മലയാളം എന്ന ഭാഗത്ത് അങ്ങനെയുള്ള ചില ശൈലികൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് അർത്ഥം എന്താണെന്ന് മലയാളത്തിൽ തന്നെ എഴുതാൻ ചോദിക്കും. അതേപോലെയാണ് ഇവിടെ ഇംഗ്ലീഷിൽ ഈ ശൈലി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം അല്ലേ? ഇവിടെ ബോയ്സ് വിൽ ബി ബോയ്സ് എന്താണ് ഇവിടെ? അതായത് ഇത് ഈ അർത്ഥം തന്നെ അല്ല. ബോയ്സ് വിൽ ബി ബോയ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബോയ്സ് ആയിരിക്കും. പക്ഷെ ഇതൊരു ശൈലിയാണ്. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ചിൽഡ്രൻ വിൽ ആൾവേസ് ആക്ട് ലൈക്ക് ചിൽഡ്രൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് കുട്ടികൾ എല്ലായ്പ്പോഴും കുട്ടികളെ പോലെ തന്നെ പെരുമാറും എന്നുള്ള ആണ് ഇതിൻ്റെ യഥാർത്ഥ മീനിങ്. ഇങ്ങനെയുള്ള ചൊല്ലിൻ്റെ ഇങ്ങനെയുള്ള ടോക്കിങ്ങിൻ്റെ ചൊല്ലിൻ്റെ ബോയ്സ് വിൽ ബി ബോയ്സ് എന്ന് പറയുന്ന ടോക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചൊല്ല് അല്ലെങ്കിൽ സേയിങ് നമുക്ക് പറയാം അല്ലേ? അങ്ങനെയുള്ള ആ സേയിങ്ങിനകത്തുള്ള അങ്ങനെയുള്ള സേയിങ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ബോയ്സ് വിൽ ബി ബോയ്സ് എന്ന് പറഞ്ഞൊരു സേയിങ് ആണ്. ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥമാക്കുന്ന എന്തുമായിരിക്കും? എപ്പോഴും ചിൽഡ്രൻ വിൽ ആൾവേസ് ആക്ട് ലൈക്ക് ചിൽഡ്രൻ എന്നുള്ളതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസും വിശകലനം ചെയ്ത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.